കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ സാറ് MBBS പഠനത്തിനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല, സാറിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്ന്. അതിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്യാമോ? അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം, നമ്മൾ പല യൂണിവേഴ്സിറ്റികളും തരംതിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്കുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതിന് പുറമേയുള്ള അവരുടെ എക്സാം സിസ്റ്റം, അവരുടെ കരിക്കുലം, അവരുടെ ക്ലിനിക്സ്, ഇതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ആണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറ്. സ്വാഭാവികമായിട്ടും കിർഗിസ്ഥാനിൽ കുറച്ച് വർഷങ്ങളായിട്ട് 2-3 വിഷയങ്ങളാണ് നടന്നു വരുന്നത്. ഒന്ന്, അവിടെയുള്ള പല യൂണിവേഴ്സിറ്റികളും ഈ കഴിഞ്ഞ 2021 മുമ്പ് MC ആയിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു NMCയുടെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന അതോറിറ്റി. MCയുടെ കീഴിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളും കിർഗിസ്ഥാനിലായിരുന്നു. അവിടെ കൂടുതലും പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ്. ഈ പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഭൂരിഭാഗം നമുക്കറിയാം ഒരു ബിസിനസ് താല്പര്യാർത്ഥാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി പോലും നോക്കാതെ പാസ്സാക്കി വിടുന്ന സാഹചര്യങ്ങൾ പല യൂണിവേഴ്സിറ്റികളും ഉണ്ടായിരുന്നുണ്ട്. അവിടുത്തെ മിനിസ്റ്ററി തന്നെ ബാൻ ചെയ്ത പല യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മൾ പൊതുവേ നോക്കിക്കാണുമ്പോൾ അത്തരം രാജ്യങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട എന്നുള്ളൊരു തീരുമാനം പേഴ്സണലി ഞാൻ എടുത്തതാണ്.